മമ്മി, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. വേഗം വാ, ഫ്രഷായി ചായ കുടിക്കാം. എടി, ആ ഡോറയെ കാണാൻ നല്ല രസമുണ്ടല്ലേ? ആ, ശരിക്കും എന്നെ പോലെ. അല്ല, അതിനെ കാണാൻ എന്നെ പോലെയാ ഇരിക്കുന്നത്. നീ ഒന്ന് പോടി, അതിനെ കാണാൻ എന്നെ പോലെയാ. അല്ല, അത് എന്നെ പോലെയാ ഇരിക്കുന്നത്. നോക്ക്. എന്ത്, രണ്ട് സൈഡിലും മുടി കെട്ടി വെച്ചോ? അങ്ങനെയല്ല, എന്നെ പോലെയാ. അല്ല, അതിനെ കാണാൻ എന്നെ പോലെ ഇരിക്കുന്നത്. ഒലക്കയാ, ഒലക്ക. മമ്മി എഴുന്നേറ്റ് വന്നില്ല, അപ്പോ തന്നെ തുടങ്ങി അവരെ തിരക്ക്. എന്താടി ലില്ലി കുഴപ്പം? നീ എന്തിനാ കരയുന്നത്? അല്ലോ മമ്മി, അതൊന്നുമില്ല മമ്മി. അത് അവളുടെ കണ്ണിലേക്ക് പൊടി പോയതാ. അപ്പോൾ അതിന്റെ വേനയിൽ കരയുകയാ. ആണോ ലില്ലി? അല്ലോ മമ്മി. എടി ലില്ലി, പ്ലീസ് ഒന്നും പറയല്ലേ. ഞാൻ നിനക്ക് മിഠായി വാങ്ങിച്ചു തരാം. എന്നാൽ ശരി, ഞാനൊന്നും പറയുന്നില്ല. പിന്നെന്താ കുഴപ്പം? അത് മമ്മി, എന്റെ കണ്ണിലേക്ക് ഒരു പൊടി പോയതാ. ഓ ആണോ? എന്നാൽ ശരി, മാറ്റി വാട്ടോ, അവിടെ പപ്പ കാത്തിക്കുന്നുണ്ട്. വാ ലില്ലി, പോകാം. ശരി ജൂലി, നടക്ക്. എടി, മക്കളെവിടെ പോയി? കൊറേ ടൈമായല്ലോ ഞാൻ കാത്തു നിൽക്കുന്നു. അത് മക്കൾ ഇപ്പോൾ വന്നോളും, അവര് ചായ കുടിക്കുകയാണ്. ശരി. മമ്മി, എത്ര നേരമായി പിള്ളേരെ ഇത്? സ്കൂളിലേക്ക് ലൈറ്റ് ആയാണോ പോവൽ? അത് പിന്നെ പപ്പ, ഞങ്ങൾ എഴുന്നേക്കാൻ നേരം വൈകി. എന്നാൽ സാരമില്ല. എന്നാൽ വാ, പോകാം. ബായ് മമ്മി, ഞങ്ങൾ പോയി. ബായ് മക്കളെ. എത്ര നേരമായി നിങ്ങളെ കാത്തു നിൽക്കുന്നു. സോറി സർ. ഓക്കെ, എന്നാൽ ശരി, പോയിരിക്കെ. ലില്ലി, ഇവിടെ വന്ന് ഈ ടെസ്റ്റ് വായിച്ചേ. വൺ ഡേ. ഇന്ന് ടോണി വന്ന് വായിക്ക്. ശരി സർ. സൺഡേ. ഇന്ന് ലാമി വന്ന് വായിച്ചേ. മൺഡേ. ഇന്ന് ജോൺ വന്ന് വായിച്ചേ. ട്യൂസ്ഡേ. ഇന്ന് നമ്മൾ കഥ തുടരുകയാണ്. പണ്ട് ഒരു പൂച്ചയും ഒരു നായും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഫ്രണ്ട്സുകളായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായി സർ? ഒരു ദിവസം ആ നായ്ക്ക് വിശപ്പ് സഹിക്കാനാവില്ല. അപ്പോൾ മുന്നിൽ നിന്ന് ആ പൂച്ചയെ കടിച്ചു തിന്നു ആ നായ്. അയ്യോ, പാവം പൂച്ച അല്ലേ സർ? ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല സർ. കൂട്ടുകാരെ ഒരിക്കലും ചതിക്കാൻ പാടില്ല.